അതെ, നിങ്ങൾ ഈ ജടായുപ്പാറ എന്ന് കേട്ടിട്ടുണ്ടോ? ജടായു സാബു അല്ല കേട്ടോ, ജടായുപ്പാറ. ഇത്തവണത്തെ ഞങ്ങളുടെ ട്രിപ്പ് കൊല്ലത്തേക്കാന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ചോദിച്ചു, കൊല്ലോ അവിടെ എന്താ കാണാനുള്ളത്? എന്നാ കേട്ടോ, കൊല്ലത്തുള്ള ഒരു അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടാണ് ജടായുപ്പാറ അല്ലെങ്കിൽ ജടായു റോക്ക്. ഒരു വലിയ പാറക്കുന്നിൻ്റെ മുകളിലാട്ടോ ഈ സ്പോട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും പ്രിഫർ ചെയ്യുന്നത് ഈ കേബിൾ കാറ് വഴി പോകാനാണ്. ഞങ്ങൾ മലമ്പുഴയ്ക്ക് ഒരു പ്രാവശ്യം പോയപ്പോൾ ഈ കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഈ കേബിൾ കാർ പോകുന്നത് കുത്തനെ ഒരു മല കയറിക്കൊണ്ടാണ്, അല്ലാതെ നേരെയല്ല. മാക്സിമം ഒരു 8 പേർക്ക് കയറാൻ പാകത്തിനാണ് ഓരോ കേബിൾ കാറും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ കേബിൾ കാറിനൊപ്പം ഒരു സെറ്റായിട്ട് 3 കേബിൾ കാർ ഒരുമിച്ചാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പായിട്ടൊക്കെയാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഏകദേശം ഒരുമിച്ച് തന്നെ ട്രാവൽ ചെയ്ത് മുകളിൽ എത്താനായിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആസ് യൂഷ്വൽ നമ്മൾ കയറാറാകുമ്പോഴേക്കും അത് ചെറുതായിട്ടൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. സോ നമുക്ക് പെട്ടെന്ന് വേണം അതിനകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെപ്രാളം കൊണ്ട് അതിനകത്തൊക്കെ കയറി. പിന്നെ അവിടെ നിന്നുള്ളൊരു വ്യൂ അത് നല്ല അടിപൊളിയാണ്. കയറിയവരിൽ ചിലർക്കൊക്കെ പേടി തോന്നി, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പേടിക്കാനൊന്നുമില്ല. കാരണം നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പായിട്ടില്ല, ദേ ഞങ്ങളുടെ പുറകിലുള്ളവരൊക്കെ ഞങ്ങൾക്ക് ഹായ് ഒക്കെ തരുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല സ്പീഡിന് നമ്മൾ പോയിട്ട് ഒരു പകുതി ആകുമ്പോഴത്തേക്കും അത് വീണ്ടും സ്ലോ ആവും. അതായത് അടുത്ത സെറ്റ് ഓഫ് ആ കേബിൾ കാറുകൾ അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള ആൾക്കാരെ കയറ്റുന്ന ഒരു ടൈമിലാണ് നമുക്കും ഒരു സ്ലോ ഡൗൺ ചെയ്യുന്നത് പോലെ ഫീൽ ചെയ്യുന്നത്. ആ സമയത്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടെയുള്ളവരും ഒക്കെ ഇരുന്നിട്ട് നമുക്ക് ചുറ്റുമുള്ളതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദേ അങ്ങ് ദൂരെ നമുക്ക് ജടായുപ്പാറ കാണാൻ പറ്റും കേട്ടോ. ആ ജടായുവിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയോ, നമ്മൾ ഈ ദൂരേന്ന് കാണുന്നത് 200 അടി നീളമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമാണ്. കൊല്ലം ജില്ലയിലെ ചതയമംഗലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ശില്പത്തിന് രാമായണത്തിലെ ജടായു രാവണ യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യം കൂടെയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, രാമായണത്തിലെ സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ദിവ്യപക്ഷിയായ ജടായു സീതയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ രാവണൻ്റെ വാളേറ്റ് വീണത് ഈ പാറയിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ജടായു വീണ സ്ഥലം എന്ന അർത്ഥത്തിൽ പണ്ട് ജടായുമംഗലം എന്നും പിന്നീട് അത് ലോപിച്ച് ചതയമംഗലം എന്നും അറിയപ്പെടുന്നു. പ്രശസ്ത സംവിധായകനും ശില്പിയുമായ രാജീവ് അഞ്ചൽ 10 വർഷമെടുത്ത് നിർമ്മിച്ചതാണ് ഈ കൂറ്റൻ പക്ഷിശില്പം. ഈ ഒരു ശില്പം മാത്രം കണ്ടു മടങ്ങാമെന്ന് വിചാരിക്കേണ്ട, പലതരത്തിലുള്ള ഇതുപോലുള്ള ഫൺ ആക്ടിവിറ്റീസും പല ഷോപ്പുകളും നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് തന്ന് നമുക്ക് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്കൊക്കെ സെറ്റ് ചെയ്ത് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. കാരണം ഇതിനൊക്കെ നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ChatGPT തരുമല്ലോ എന്ന് എനിക്ക് കണ്ടപ്പോൾ തോന്നി. പക്ഷെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ജടായുപ്പാറയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.